ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 4 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. എ പത്മകുമാർ അടക്കം 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുക കൊല്ലം വിജിലൻസ് കോടതി. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം നൽകണമെന്ന ആവശ്യം. NSS സഹകരണം ചർച്ച ചെയ്യാൻ SNDPയുടെ നിർണായക യോഗം ഇന്ന് ആലപ്പുഴയിൽ. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള നേതാക്കൾ പങ്കെടുക്കും. വെള്ളാപ്പള്ളി നടേശനെതിരായ രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിടുന്നതിലും ചർച്ച. യോഗശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളെ കാണും. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ജാമ്യം നിഷേധിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരായ അപ്പീൽ പരിഗണിക്കും. രാഹുലിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ BDJSന്റെ നിർണായക യോഗം ഇന്ന്. ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നേതാക്കളുമായി സംസാരിക്കും. NDAയിൽ നിന്നും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടണമെന്ന് പാർട്ടിയിൽ വികാരം. അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുന്നതിലും കൂടിയാലോചന. സമൂഹ മാധ്യമ അധിക്ഷേപത്തിന് പിന്നാലെ കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ കേസിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. ഒളിവിൽ പോയ ഷിംജിത സംസ്ഥാനം വിട്ടിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. യുവതി മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചന. കണ്ണൂർ തയ്യിൽ 1.5 വയസ്സുകാരനെ കടലിലെറിഞ്ഞ കൊന്ന കേസിൽ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്ന്. വിധി പറയുക തളിപ്പറമ്പ് സെഷൻസ് കോടതി. പിഞ്ചുകുഞ്ഞിനെ ശരണ്യ എറിഞ്ഞുകൊന്നത് 2020 ഫെബ്രുവരി 17. താരസംഘടനയിലെ മെമ്മറി കാർഡ് പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് കണ്ട ശേഷം തുടർ നടപടിക്ക് പരാതിക്കാരുടെ തീരുമാനം. KPS ലളിതയുടെ തലയിലിട്ട് വിവാദം അവസാനിപ്പിക്കാൻ ശ്രമമെന്ന് പരാതിക്കാർക്ക് സംശയം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചത് കുക്കു പരമേശ്വരന് ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ട്. ഗാസ സമാധാന ബോർഡിൽ അംഗമാക്കാനുള്ള ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ച് UAE. ദൗത്യത്തിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്നത് UAE സന്നദ്ധമെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. ലോകകപ്പിന് മുമ്പ് മെസ്സിയും സംഘവും കേരളത്തിലേക്കില്ല. അർജന്റീനയുടെ മാർച്ച് വിൻഡോയിലെ മത്സരങ്ങൾക്ക് ധാരണയായി. സ്പെയിനിനെതിരായ ഫൈനലിസമയ്ക്ക് പിന്നാലെ ഖത്തറിനോടും പോരാട്ടം. 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ ഭാവി ഇന്നറിയാം. ലോകകപ്പ് കളിക്കുന്നതിൽ തീരുമാനമെടുക്കാൻ ICC നൽകിയ അവസാന തീയതി ഇന്ന്. വേദി മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്.